പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് ഇതിലെ ആദ്യ വാക്യമായ 1 ഈനോക്ക് 96 പറയുന്ന സംഭവങ്ങളുടെ ചരിത്ര പശ്ചാത്തലം നമുക്കൊന്ന് പരിശോധിക്കാം. ഇസ്രായേൽ ഇപ്പോൾ ഗ്രീക്ക് ഭരണത്തിന് കീഴിലുള്ള ഹെലനിസ്റ്റിക് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ആ സമയത്ത് ഇസ്രായേലിന് സ്വന്തമായി രാജാക്കന്മാർ ഉണ്ടായിരുന്നില്ല. അവർ വിദേശ സാമ്രാജ്യങ്ങളുടെ കീഴിലായിരുന്നു ജീവിച്ചിരുന്നത്. ഈ വിദേശ ഭരണാധികാരികൾ പ്രാദേശിക നേതൃത്വത്തിനായി യഹൂദ മഹാപുരോഹിതന്മാരെ നിയമിച്ചിരുന്നു. ഇസ്രായേൽ ജനത ഇവരുമായി ഇടകലർന്ന് ആത്മീകമായി ലോഡിൽ നിന്ന് അകന്നുപോയ ഒരു കാലമാണിത്. ഈ കാലത്ത് നടക്കുന്ന സംഭവങ്ങളിലേക്കാണ് ഈ വീഡിയോ നിങ്ങളെ നയിക്കുന്നത്. മലയാളം പരിഭാഷയും അതിൻ്റെ വിവരണവും എൻ്റേതാണ്. മലയാളത്തിലേക്ക് ഞാൻ തർജ്ജമ ചെയ്യുവാൻ തിരഞ്ഞെടുത്തത് എത്യോപ്യൻ ഗീസിൽ നിന്ന് എം നിബ് വിവർത്തനം ചെയ്ത ആദ്യ ഇംഗ്ലീഷ് പരിഭാഷയിൽ നിന്നുമാണ്. അത് പഴയകാല ഇംഗ്ലീഷിലായതിനാലും അതിൻ്റെ ചില ഭാഗങ്ങൾ പലയിടത്തായി ചിതറിക്കിടക്കുന്നതിനാലും അതിനെ സംയോജിപ്പിച്ച് ഇത് കാണുന്നവർക്ക് ശരിയായി മനസ്സിലാകുവാനായി എനിക്ക് മനസ്സിലായതുപോലെ വിവരണവും നൽകിയിട്ടുണ്ട്. നിബിൻ്റെ വിവർത്തനങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള വാക്യങ്ങളിൽ ഇംഗ്ലീഷിൽ തന്നെ ഒരു വാക്കുപോലും മാറ്റുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യാതെയാണ് ഓരോ വാക്യവും കൊടുത്തിട്ടുള്ളത്. 96. ആ വെളുത്ത ആടുകളിൽ നിന്ന് ചെറിയ കുഞ്ഞാടുകൾ പിറന്നു. അവ കണ്ണുകൾ തുറന്ന് ആടുകളെ കാണുവാനും അവയോട് നിലവിളിക്കുവാനും തുടങ്ങി. മൃഗങ്ങളുടെ അപ്പോക്കലിപ്സിലെ ഒരു വഴിത്തിരിവിനെ വിവരിക്കുന്നതാണ് ഈ ഭാഗം. വെളുത്ത ആടുകൾക്ക്, അതായത് പ്രവാസത്തിൽ കഴിയുന്ന ഇസ്രായേൽ മക്കൾക്ക് ജനിച്ച കുഞ്ഞാടുകൾ അഥവാ അടുത്ത തലമുറ, അവരുടെ പഴയ തലമുറയെ കാണുവാനും നിലവിളിക്കുവാനുമായി അവരുടെ കണ്ണുകൾ തുറക്കുവാൻ തുടങ്ങി. അവരുടെ കണ്ണുകൾ തുറക്കുവാൻ തുടങ്ങി എന്നത് അടുത്ത തലമുറ ആത്മീകമായി ഉണർന്നെഴുന്നേൽക്കുവാൻ തുടങ്ങുന്നുവെന്നാണ് ഇത് കാണിക്കുന്നത്. പുതുക്കപ്പെട്ട് ആത്മീകമായി ഉണർന്ന ഇവർക്ക് അതോടുകൂടി കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാനുള്ള ഗ്രാഹ്യം ലഭിക്കുന്നു. ദൈവഹിതം മനസ്സിലാക്കുന്നു. തങ്ങൾ അപകടത്തിലാണെന്നവർ തിരിച്ചറിയുന്നു. ആത്മീക അധപതന കാലങ്ങളിൽ ഉയർന്നു വരുന്ന നീതിമാന്മാരായ നേതാക്കൾ, പ്രവാചകന്മാർ, പരിഷ്കർത്താക്കൾ ഇവരെല്ലാം ഇതിലെ കുഞ്ഞാടുകളിൽ ഉൾപ്പെടും. ഇതിൻ്റെ ഏറ്റവും പ്രധാന ഉദാഹരണങ്ങളാണ് ബാബിലോണിയൻ പ്രവാസകാലത്ത് ധൈര്യമായി തങ്ങളുടെ വിശ്വാസത്തിൽ നിന്നും അണുവിടാതെ ഉറച്ചു നിന്ന ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ ബാലന്മാർ. 97. എന്നാൽ ആ ആടുകൾ തിരികെ അവരോട് നിലവിളിക്കുകയോ അവർ പറഞ്ഞത് കേൾക്കുവാൻ ശ്രദ്ധ കാണിക്കുകയോ ചെയ്തില്ല. അവർ ബധിരരായിരുന്നു. അവരുടെ കണ്ണുകൾ അന്ധമായിരുന്നു. ഇതിലെ ആടുകൾ അഥവാ പ്രവാസത്തിൽ കഴിയുന്ന ഭൂരിപക്ഷമുള്ള മുതിർന്ന തലമുറ, ഇളയ തലമുറ പറയുന്ന ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ കേൾക്കുവാൻ മനസ്സില്ലാത്ത വിധം ചെവി കേൾക്കാൻ കഴിയാത്തവരും ആത്മീകമായി സത്യം തിരിച്ചറിയാൻ കഴിയാത്ത വിധം കാഴ്ചശക്തി നഷ്ടപ്പെട്ടവരുമായിരുന്നു. ഇത് ഇസ്രായേലിൻ്റെ ഒരു ചരിത്ര പാറ്റേണിനെ പ്രതിഫലിപ്പിക്കുന്നു. പ്രവാചകന്മാർ കാലാകാലം ഉയർന്നു വരുന്നതും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതും, എന്നാൽ ജനങ്ങൾ അവയൊക്കെയും അവഗണിച്ച് അനുസരണക്കേടിൽ തുടരുകയും ചെയ്യുന്നത് നമുക്ക് ബൈബിളിൽ കൂടി ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നടന്ന സംഭവങ്ങളാണെന്ന് കാണാം. പഴയ തലമുറ തിരുത്തൽ, മാർഗനിർദ്ദേശം, അനുതാപം എന്നിവ നിരസിക്കുന്നു. ആത്മീയ ഉണർവും ആത്മീയ ധാർഷ്ട്യവും തമ്മിലുള്ള വൈരുദ്ധ്യമാണിത്. ഇരമ്യാവ്, യെശയ്യാവ്, എസ്കേൽ തുടങ്ങിയ പ്രവാചകന്മാരുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. 98. കാക്കകൾ ആ ആട്ടിൻകുട്ടികളുടെ മേൽ പറന്നു വന്ന് അവയിൽ ഒന്നിനെ എടുക്കുന്നതും ആ ആടുകളെ അടിച്ചു തകർത്ത് തിന്നു കളയുന്നതും ഞാൻ ദർശനത്തിൽ കണ്ടു. ഇതിൽ കുഞ്ഞാടുകളെ ആക്രമിക്കുന്ന കാക്കകളെ കുറിച്ച് പറയുന്നു. ആരാണ് ഈ കുഞ്ഞാടുകൾ?
ആത്മീകമായി ഉണർന്ന് ഗുണദോഷങ്ങളെ തിരിച്ചറിയുവാൻ തുടങ്ങുന്ന യുവതലമുറയെ പ്രതിനിധീകരിക്കുന്നതാണ് ഇതിലെ കുഞ്ഞാടുകൾ. 2. കാക്കകൾ. സാധാരണയായി വലിയ അധിനിവേശങ്ങൾക്ക് ശേഷം രംഗത്തു വരുന്ന കുഴപ്പക്കാരായ നിയമവിരുദ്ധരും അക്രമാസക്തരുമായ ഗ്രൂപ്പുകളെ ഇത് സൂചിപ്പിക്കുന്നു. 3. ആടുകളെ അടിച്ച് തകർത്ത് തിന്നുകളഞ്ഞു എന്നത്. ക്രൂരമായ പീഡനം, അടിച്ചമർത്തൽ, കൊലപാതകം തുടങ്ങിയ പീഡനങ്ങളുടെ പ്രതീകങ്ങളാണ്. ഇത് വെറും ഒരു ആക്രമണമല്ല, പ്രത്യേകിച്ച് കുഞ്ഞാടുകളിൽ ഒന്നിനെ എടുത്തു കൊന്നത് ഇസ്രായേൽ ജനതയുടെ, പ്രത്യേകിച്ച് ആത്മീയമായി കണ്ണു തുറന്ന പതിയിരിക്കുന്ന അപകടം തിരിച്ചറിഞ്ഞ പുതുതലമുറയെ ഇല്ലാതാക്കുവാനുള്ള ഒരു ക്രൂര ശ്രമമാണിത്. കാക്കകൾ കൊന്ന ആട്ടിൻകുട്ടി ആരായിരിക്കും അത്? ചരിത്രപരമായി ഇങ്ങനെയൊരു കഥ ഗ്രീക്ക് സെലൂസിഡ് അടിച്ചമർത്തലിൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. എന്നാൽ മലാഖി പ്രവാചകന്റെ പുസ്തകത്തിന് ശേഷം ബൈബിളിൽ നേരിട്ട് പുതിയ നിയമം തുടങ്ങുകയാണ്. അതിനാൽ ഇതിൻ്റെ നടുവിലുള്ള ഇസ്രായേലിൻ്റെ ചരിത്രം ബൈബിളിലില്ല. ആ കാലഘട്ടത്തിൽ നടന്നു കഴിഞ്ഞ സംഭവങ്ങൾ അപ്പടി ബൈബിളിൽ ചേർക്കപ്പെടാതെ പോയ 5 ഭാഗങ്ങളുള്ള മക്കാബീസ് എന്ന പുസ്തകത്തിലുണ്ട്. അതിൻ്റെ ഒരു ഭാഗം കത്തോലിക്ക ബൈബിളിലുമുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഏറ്റവും ശക്തമായ ചരിത്രപ്പൊരുത്തം കാക്കകൾ കൊന്ന ആട്ടിൻകുട്ടിയോട് യോജിക്കുന്നത് ഡ്യൂട്ടറോ കനോനിക്കൽ പുസ്തകങ്ങളിൽ, പ്രത്യേകിച്ച് മക്കാബീസ് 2 പരാമർശിച്ചിരിക്കുന്ന ഓനിയാസ് 3 ആണ്. സെലൂസിഡ് ഭരണാധികാരികളുടെ സമ്മർദ്ദത്തെയും ഹെലിയനിസ്റ്റിക് അഴിമതിയെയും എതിർത്ത് അഴിമതിക്കെതിരെ ഉറച്ചു നിന്ന വ്യക്തി നീതിമാനായ ഓനിയാസ് 3 അന്ത്യോക്കസ് 4 കാലഘട്ടത്തിൽ അഴിച്ചുവിട്ട അക്രമാസക്തരായ ശക്തികളാൽ ക്രിസ്തുവർഷം 171 അന്യായമായി കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇസ്രായേൽ ജനത അനുഭവിച്ച അതിഭീകര കഷ്ടപ്പാടിൻ്റെ ചരിത്രം പറയുന്ന മക്കാബീസ് പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ ചേർക്കപ്പെടാതെ പോയതിനാൽ മാലാഖി പ്രവാചകൻ മുതൽ ക്രിസ്തു വരെയുള്ള കാലഘട്ടത്തിലെ ഇസ്രായേൽ ജനതയുടെ അവസ്ഥ നമുക്ക് ബൈബിളിൽ നിന്നും ലഭിക്കുകയില്ല. ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർക്കായി അല്പം കൂടി വിശദീകരണം ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനാൽ താല്പര്യമുള്ളവർ ഇത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. യുവതലമുറയുടെ ഉണർവ് അടിച്ചമർത്തുവാനായി ആ തലമുറയ്ക്ക് മേൽ പീഡനങ്ങൾ സെലൂസിഡ് ഭരണകാലത്ത് തന്നെ ആരംഭിച്ചുവെങ്കിലും ക്രൂരമായ പീഡനങ്ങൾ ആരംഭിക്കുന്നത് സിറിയൻ രാജാവ് അന്തിയോക്കസ് എഫീഫസ് 4 കാലത്താണ്. രാജ്യത്തുള്ള എല്ലാവരും ഒരു ജനതയായിരിക്കണമെന്നും ഓരോരുത്തരും സ്വന്തം നിയമങ്ങൾ ഉപേക്ഷിക്കണമെന്നും രാജ്യത്തെല്ലാം വിളംബരം ചെയ്ത രാജാവ് തോറയെ ഇല്ലാതാക്കുവാൻ അതിൻ്റെ ആചാരങ്ങൾ നിരോധിക്കൽ, ചുരുൾ നശിപ്പിക്കൽ, പരിച്ഛേദനയും ശപത്താചരണവും നിരോധിക്കൽ, ക്ഷേത്രം പൊളിച്ചുമാറ്റൽ, നിയമപരമായ ബലിയർപ്പിക്കലിനു നിരോധനം, ആ സ്ഥാനത്ത് വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് അതിൽ അശുദ്ധമായവ ബലി നിർബന്ധമായി അർപ്പിക്കുക, ഇവയൊക്കെ നടപ്പിലാക്കി. ഇത് ലംഘിക്കുന്നവർക്കൊക്കെ ഈ ഭരണാധികാരി മരണശിക്ഷയും വിധിച്ചു. ദേശത്തുള്ള സകല ജാതികളും അത് സ്വീകരിച്ചു. ഇസ്രായേൽ മക്കളിൽ ഭൂരിഭാഗവും അതനുസരിക്കുകയും ചെയ്തു. ഇതായിരുന്നു ഇതിൽ 7-ാം വാക്യത്തിലെ ആടുകൾ, അതായത് പഴയ തലമുറയുടെ അപ്പോഴത്തെ അവസ്ഥ. 99 ആ കുഞ്ഞാടുകൾക്ക് കൊമ്പുകൾ മുളച്ചു വരുന്നതും എന്നാൽ അവയൊക്കെയും ആ കാക്കകളാൽ താഴ്ത്തപ്പെടുന്നതും ആ ആടുകളിൽ ഒന്നിന് ഒരു വലിയ കൊമ്പ് മുളയ്ക്കുന്നതും അവയുടെ എല്ലാം കണ്ണുകൾ തുറക്കപ്പെടുന്നതും വരെ ഞാൻ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരുന്നു. ഇതെന്താണ് അർത്ഥമാക്കുന്നത്? വിശ്വസ്തരായ യുവാക്കളുടെ ഒരു പുതിയ തലമുറ ഉണർന്നു വരാൻ തുടങ്ങുന്നു. പീഡിപ്പിക്കുന്ന ശക്തികൾ അപ്പോൾ അവരെ തകർക്കാൻ
അക്രമാസക്തമായി ശ്രമിക്കുന്നു. അപ്പോൾ ലോർഡ് വലിയൊരു കൊമ്പ്, അതായത് ശക്തനായ ഒരു നേതാവിനെ ഇസ്രായേൽ ജനതയുടെ ഇടയിൽ നിന്നും ഉയർത്തുന്നു. ഈ നേതാവിലൂടെ ജനങ്ങൾ ആത്മീയ ഉൾക്കാഴ്ച വീണ്ടെടുക്കുന്നു. മൃഗങ്ങളുടെ അപ്പോക്കലിപ്സിൽ ഇസ്രായേലിന്റെ വിടുതലിന്റെ തുടക്കമാണിത്. പക്ഷേ കാക്കകൾ ആ കൊമ്പുകൾ താഴ്ത്തുന്നു. ഇതിന്റെ അർത്ഥം മുളച്ചു വന്ന പുതിയ തലമുറയെ മുളയിലേ നുള്ളുവാൻ, അവരുടെ ആത്മീക അധികാരത്തെ തകർക്കുവാൻ, ഇസ്രായേലിന്റെ നവീകരണം തടയുവാൻ പുതിയ തലമുറയെ പീഡിപ്പിച്ച് അടിച്ചമർത്തുന്നതാണ്. ഇത് അന്ത്യോക്കസ് നാലാമന്റെ പീഡനത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇക്കാലത്ത് നടന്ന അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ ജൂത ചരിത്രത്തിലെ ഏറ്റവും വ്യക്തവും ക്രൂരവുമായ പീഡനമാണ്. പക്ഷേ ഒരു വലിയ കൊമ്പ് ഒരാടിന്മേൽ മുളയ്ക്കുന്നു. അതായത് പ്രതിരോധത്തിനായി ഇസ്രായേൽ ജനതയിൽ പഴയ തലമുറക്കാരിൽ നിന്നും ഒരുവൻ ഉയർന്നെഴുന്നേൽക്കുന്നു. ആരാണ് ഈ ഒരുവൻ? നമുക്ക് നോക്കാം. ഒരു വലിയ കൊമ്പ് ആടുകളിൽ ഒന്നിന്റെ മേൽ മുളച്ചു വന്നു. ആരാണിതിലെ ആട്? ലോർഡ് ഒരു രക്ഷകനെ ഉയർത്തുന്ന നിമിഷത്തെ വിവരിക്കുന്നതാണിത്. ശക്തനായ ഒരു നേതാവ് ഉയർന്നു വരുന്നു. കുഞ്ഞാടുകളിൽ, അതായത് ഇളം തലമുറക്കാരിൽ നിന്നല്ല, മറിച്ച് പഴയ തലമുറയിലെ വിശ്വസ്തരായ ശേഷിച്ച ചുരുക്കം ചില ഇസ്രായേൽ ജനതയിൽ നിന്നും ഒരുവനെയാണ് അവരുടെ വിമോചകനായി ലോർഡ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. ആരാണ് ഈ വിമോചകൻ? ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് അത് അസാധാരണ ശക്തിയും ചങ്കൂറ്റവും ചെറുപ്പം മുതൽ പ്രകടിപ്പിച്ച മക്കാബീസ് ജൂതയാണെന്നാണ്. ആൾക്കാരെ കൂട്ടി പ്രതിരോധിച്ച് അനേകം യുദ്ധങ്ങൾ അവർക്കെതിരെ നടത്തി വിജയശ്രീലാളിതനായി ഇസ്രായേൽ ജനതയുടെ വീണ്ടെടുത്ത ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിപ്പിച്ചു കൊടുത്ത ജനനത്താൽ മഹാപുരോഹിത കുടുംബത്തിലെ മത്യാസിന് ജനിച്ച മക്കളിൽ 3-ാമനാണവൻ. എന്നാൽ എനിക്കിതിനോട് യോജിക്കുവാൻ ഒട്ടുമേ കഴിയുന്നില്ല. കാരണങ്ങൾ: ഒരു വലിയ കൊമ്പ് മുളച്ചു വന്ന ആട് ആരാണെന്ന് മനസ്സിലാക്കുവാൻ ഇതിൽ 2 സൂചനകൾ തരുന്നുണ്ട്. ഒന്നാമതായി, ആ കൊമ്പ് മുളയ്ക്കുന്നത് ഒരു ആടിനാണ്, ആട്ടിൻകുട്ടിക്കല്ല. അതായത് പഴയ തലമുറയിൽ നിന്നുമുള്ള ഒരുവനാണ്. രണ്ടാമതായി, ആ വിമോചകൻ ഇസ്രായേൽ മക്കളുടെ കണ്ണുകൾ തുറപ്പിച്ചു. ഇതിലെ ആടുകൾ പഴയ തലമുറയുടെയും കുഞ്ഞാടുകൾ പുത്തൻ തലമുറയുടെയും പ്രതീകങ്ങളാണ്. ഈനോക്ക് കണ്ട ദർശനത്തിൽ വളരെ സ്പഷ്ടമായി പറയുന്നു, വലിയ കൊമ്പ് മുളച്ചത് ഒരു ആടിന്മേലാണെന്ന്. ആട്ടിൻകുട്ടികളുടെ മേൽ മുളച്ചത് ചെറിയ കൊമ്പുകളാണ്. പണ്ഡിതന്മാർ വലിയ കൊമ്പ് മുളച്ച ആടായി തിരഞ്ഞെടുത്ത ജൂദ മക്കാബീസ് ഇളം തലമുറക്കാരനും പിതാവായ മത്തിയാസ് പഴയ തലമുറക്കാരനുമാണ്. അതിനാൽ തന്നെ ഈ 1-ാം സൂചനയ്ക്ക് അനുരൂപൻ പിതാവാണ്, പുത്രനല്ല. എഫഫിയോസ് 4-ാമന്റെ ക്രൂരമായ അടിച്ചമർത്തലിൽ ഇളയ തലമുറയെ മൂക്ക് കയറിട്ട് നിശബ്ദരാക്കി രാജാവിൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോഴും അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ തങ്ങളുടെ വിശുദ്ധി നിശബ്ദമായി കാത്തു സൂക്ഷിച്ച ചുരുക്കം ചില കുടുംബങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവയിലൊന്നായിരുന്നു മഹാപുരോഹിത കുടുംബത്തിൽപ്പെട്ട മത്തിയാസും അദ്ദേഹത്തിൻ്റെ 5 മക്കളും. അവരിൽ 3-ാമനാണ് ജൂദ. എന്നാൽ ഭയത്താൽ ആ കുടുംബങ്ങൾ ഒക്കെയും പ്രതികരിക്കുവാൻ ശേഷിയില്ലാതെ നിശബ്ദരായിരുന്നു. ലോർഡിൻ്റെ കൽപ്പനകൾ പാലിച്ചിരുന്നുവെങ്കിലും ശബ്ദമുയർത്താൻ ധൈര്യമുണ്ടായിരുന്നില്ല. ആ നിശബ്ദതയെ തകർത്ത ആദ്യ ശബ്ദം അത് ജൂദയുടേതല്ല, മത്യാസിൻ്റെതായിരുന്നു. പിന്നെ എന്തുകൊണ്ടായിരിക്കും പണ്ഡിതന്മാർ ഏകസ്വരത്തിൽ അത് ജൂദയാണ് എന്ന് പറയുവാൻ കാരണം? നമുക്കിവരുടെ 2 പേരുടെയും പ്രവർത്തികളൊന്ന് നോക്കാം. മത്തിയാസ്
രാജാവിൻ്റെ കൽപ്പനകളെ ലംഘിക്കുന്നവരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഭയത്താൽ പ്രതികരിക്കുവാൻ കഴിയാതെ തോറയെ മുറുകെ പിടിച്ചു നിന്നവർ പോലും നിശബ്ദരായിരുന്നു. ആ നിശബ്ദത ആദ്യമായി പൊളിച്ചതും അവരെല്ലാം ഒന്നിച്ചു കൂട്ടിയതും അദ്ദേഹമാണ്. സകലതും ഉപേക്ഷിച്ച് തൻ്റെ കുടുംബത്തോടൊപ്പം ആദ്യമായി മലമുകളിൽ കയറിയതും അദ്ദേഹമാണ്. ഇത് മറ്റുള്ളവർക്ക് ആത്മവിശ്വാസം വീണ്ടെടുക്കുവാൻ സഹായമാവുകയും അവരും അനുഗമിച്ച് അവരുടെ കൂടെ ചേരുകയും ചെയ്തു. അന്യജാതിക്കാരുടെ ബലിപീഠങ്ങൾ ആദ്യമായി തകർത്തതും അന്യ ദൈവങ്ങൾക്ക് യാഗം അർപ്പിക്കുവാൻ ജനത്തെ നിർബന്ധിച്ച് നടത്തിച്ചുകൊണ്ടിരുന്ന രാജാവിൻ്റെ കമ്മീഷണറെ കൊന്ന് ബലിപീഠം തകർത്തതും മത്തിയാസാണ്. തൻ്റെ മക്കൾക്ക് വേണ്ട പരിശീലനം നൽകി ജൂദയെ തൻ്റെ കാലശേഷാവരുടെ ക്യാപ്റ്റനായി നിയമിച്ചതിന് ശേഷം അദ്ദേഹം ധൈര്യമായി നിൽക്കുവാൻ ഉപദേശിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിച്ചു. തൻ്റെ പിതാവിൻ്റെ പാത പിന്തുടരുകയാണ് ജൂദാസ് ചെയ്തത്. മത്തിയാസിൻ്റെ മരണശേഷം മല കയറിയ ജനതയുടെ നേതൃത്വം ഏറ്റെടുത്ത ജൂദ തൻ്റെ പിതാവിൻ്റെ പാത പിന്തുടർന്ന് ധൈര്യത്തോടും അച്ചടക്കത്തോടും കൂടി ആ ജനതയെ നയിച്ചു. ശത്രുവിനെ പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അവരെ ഉത്സാഹപ്പെടുത്തി. അവർക്കിടയിൽ ഒത്തൊരുമയും ആത്മധൈര്യവും വർദ്ധിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുവഴി ചെറുത്തുനിൽപ്പിനായി അച്ചടക്കമുള്ള ഒരു സൈന്യത്തെ വാർത്തെടുക്കുവാനും സെലൂസിഡ് അക്രമകാരികൾക്കെതിരെ പോരാടി അദ്ദേഹം 1 അല്ല 4 യുദ്ധങ്ങളിലാണ് വിജയം കൈവരിച്ചത്. ഈ വിജയങ്ങൾ ശത്രുവിനെ കാര്യമായി തളർത്തി. ഇസ്രായേൽ ജനതയുടെ നില മെച്ചപ്പെടുകയും ചെയ്തു. ദേവാലയം ശുദ്ധീകരിച്ച് പുനഃപ്രതിഷ്ഠ നടത്തിയത് ഇക്കാലത്താണ്. അതിനായി പുറംജാതിക്കാരുടെ വിഗ്രഹങ്ങൾ നീക്കം ചെയ്ത് മന്ദിരം ശുദ്ധീകരിച്ച് സമർപ്പണ തിരുനാളോടുകൂടി ശരിയായ ആരാധന പുനഃസ്ഥാപിച്ചു. അപകടത്തിലായ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയും നിർബന്ധിത വിഗ്രഹാരാധനയിൽ നിന്ന് ഗ്രാമങ്ങളെ രക്ഷിച്ചും നിയമം സംരക്ഷിച്ചും ജൂത സമൂഹങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കി. കൂടാതെ തന്ത്രപരമായ സഖ്യങ്ങൾ രൂപീകരിച്ച് റോമുമായി ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ നിലപാടും അങ്ങനെ ശക്തിപ്പെടുത്തി. അങ്ങനെ മത്തിയാസ് അടിത്തറയിട്ട് കൊടുത്ത ജൂത ജനതയുടെ സംരക്ഷണത്തിൻ്റെ ദൗത്യം പുത്രൻ ശക്തിയായി തുടർന്നു. ആത്മീയമായും രാജ്യസംരക്ഷണത്തിലായാലും ശക്തിയാർജിച്ചത് ജൂതയുടെ കാലത്താണെങ്കിലും അതിനായി ഒറ്റയ്ക്ക് മുന്നോട്ട് വന്ന് തൻ്റെയും കുടുംബത്തിൻ്റെയും ജീവൻ തന്നെ അപകടത്തിലാക്കി അടിത്തറയിട്ടത് പിതാവാണ്, പുത്രനല്ല. ദർശനത്തിലെ 2 സൂചനകളും വിരൽ ചൂണ്ടുന്നതും അതിലേക്ക് തന്നെ എന്നാണ് എനിക്കിതിൽ നിന്നും മനസ്സിലായത്. എല്ലാം നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ തുറന്നിരിക്കുന്നു. നിങ്ങൾ തന്നെ നിശ്ചയിക്കൂ, ആരാണ് ഇതിലെ വലിയ കൊമ്പ് മുളച്ച ആട്. ഞാനൊരു ബൈബിൾ സ്കോളർ അല്ല എന്ന കാര്യം വിനയത്തോടെ പങ്കുവയ്ക്കുന്നു. ഇത് നിങ്ങളുടെ ബൈബിൾ പഠനത്തെ സഹായിക്കുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും അടുത്ത വീഡിയോ നിങ്ങളിലെത്തുവാൻ ബെല്ലമർത്തി ആ നോട്ടിഫിക്കേഷൻ്റെ ഓൾ തിരഞ്ഞെടുക്കാനും മറക്കരുത്. അതെനിക്ക് നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ്. താങ്ക് യു.